ഒരുപാട് കാലത്തിന് ശേഷം സൺസിറ്റിയിൽ ബലൂൺ ഫെസ്റ്റിവൽ ആഘോഷിക്കുകയാണ്. ഓഹോഹോ, എന്തുമാത്രം ബലൂൺസാ! എന്ന് പറയുന്നു ഗായ്സ്, കുറച്ച് കൊസെറ്റ് കാണിച്ചാലോ? ചേടാ, ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. ഇതെന്താ സാധനം? ഞാൻ പറഞ്ഞില്ല അവൻ പേടിച്ച് ഓടുവെന്ന്. എത്ര വേഗത്തിലാ ഓടിയത് കണ്ടില്ലേ? വാങ്ങിച്ചോളൂ കളർഫുൾ ബലൂൺസ്. കളർഫുൾ ബലൂൺസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് പിടിച്ച കുട്ടികളെ, എല്ലാ കുട്ടികളെയും ഞാൻ കണ്ടു. പക്ഷെ ഞാൻ ആർക്ക് വേണ്ടിയാണോ വന്നത്? അവൻ എവിടെയാ? കിട്ടിപ്പോയി. ബലൂൺ ഫെസ്റ്റിവലിനുള്ള ഏർപ്പാടുകളൊക്കെ തകർക്കാണെന്ന് തോന്നുന്നല്ലോ. ഹലോ രുദ്ര, ഇങ്ങോട്ട് വരൂ. നിനക്ക് വേണ്ടി ഞാൻ ഒരു സ്പെഷ്യൽ ബലൂൺ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടിയോ? താങ്ക് യു. ഇന്നത്തേക്കെല്ലാം ഫ്രീ ആണ്. അപ്പൊ നിങ്ങൾക്ക് രുദ്രയെ അറിയാമോ? ചേടാ, രുദ്രയെ അറിയാത്തവരാരാണുള്ളത്? ഫ്രീ ബലൂൺ അവന് മാത്രമേ കൊടുക്കുള്ളൂ, ഞങ്ങൾ കൊടുക്കില്ലേ? ചേടാ, അവരിത് എവിടെ പോയി? കൊറേ നേരായിട്ട് അന്വേഷിക്ക. ഓ, അവരിവിടെ ഉണ്ടായിരുന്നോ? രുദ്ര സൺസിറ്റിയുടെ ഹീറോ അല്ലേ? നിങ്ങൾ എന്തിനാ അപ്സെറ്റ് ആകുന്നത്? രുദ്രയുടെ ഫ്രണ്ട്സിനും ഫ്രീ ബലൂൺസ് ഉണ്ട്. താങ്ക് യു അങ്കിൾ. താങ്ക് യു. ഇനിയാണടാ എന്റെ കളി. ചേടാ, ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. ബലൂൺ 3 പേരെയും വിഴുങ്ങിയല്ലോ. ബലൂൺ വാങ്ങിച്ചോളൂ. ബലൂൺ കളർഫുൾ ബലൂൺസ് കൊണ്ടുവന്നിട്ടുണ്ട്. ബലൂൺസ് വാങ്ങിച്ചോളൂ. ബലൂൺ ബലൂൺ ബ്രേക്കോ. ബലൂൺ ഡിസ്ട്രോയ്. എന്തെങ്കിലും ചെയ്യേ വേഗം. ബലൂൺ വാങ്ങിച്ചോളൂ. ബലൂൺ വാങ്ങിച്ചോളൂ. കളർഫുൾ ബലൂൺസ് വന്ന് വാങ്ങിച്ചോളൂ. ബലൂൺ വാങ്ങിച്ചോളൂ. മുത്തശ്ശ, അയ്യോ മുത്തശ്ശ, ഒന്ന് നിർത്ത്. ഞാൻ രാവിലെ കുളിച്ചതാ, ഒന്ന് നിർത്ത്. വേണ്ട മുത്തശ്ശ, മുത്തശ്ശ. പറയൂറെങ്കിൽ എന്താ പ്രശ്നം? അതെ, അവിടെ ബസാറില് ഞങ്ങളൊരു ബലൂൺ വിളിക്കുന്നവനെ കണ്ടു. അവൻ രുദ്രയെ ബലൂണിനകത്ത്. മുത്തശ്ശ, സമയമില്ല, ഒന്ന് വേഗം വാ. ബലൂണിന്റെ അകത്ത് മാജിക് വർക്കൗട്ട് ആവുന്നില്ല. ബലൂൺ ബ്ലാസ്റ്റോ. ബലൂൺ ബ്രേക്കോ. രുദ്ര, എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. ജീവിതകാലം മുഴുവനും ഈ ബലൂണിന്റെ അകത്ത് തന്നെ പെട്ടുപോകും നമ്മൾ. വരുൺ, മുത്തശ്ശ പറഞ്ഞ നിനക്ക് ഓർമ്മയില്ലേ? പ്രശ്നം എത്ര വലുതായാലും മനസ്സ് വളരെ ശാന്തമായിരിക്കണം. ശാന്തമായി വെച്ചേക്കൂ, നമുക്ക് ആലോചിക്കാം. ബലൂൺ വാങ്ങൂ. നല്ല കളർഫുൾ ബലൂൺസ്. കളർഫുൾ ബലൂൺസ് വാങ്ങിച്ചെല്ലൂ. ബലൂൺ വാങ്ങിച്ചോളൂ. ആ ബലൂൺകാരൻ തന്നെയാണോ നീ പറഞ്ഞത്? ബലൂൺ വാങ്ങൂ. മുത്തശ്ശ, അവൻ തന്നെയാണ്. ബലൂൺ വാങ്ങൂ. ബലൂൺ മാൻ, ഈ നിമിഷം തന്നെ രുദ്രയെയും അവന്റെ കൂട്ടുകാരെയും വിട്ടയക്കൂ. മുത്തശ്ശനോ? എനിക്ക് ഇവിടുന്ന് മുത്തശ്ശനെ കാണാൻ പറ്റുന്നുണ്ട്. ഓ, ജയ്സിംഗ് ചൗഹാൻ, നിങ്ങളുടെ കുട്ടികളെ കാണാത്ത വിഷമത്തിലാണല്ലേ? ഇവിടെയുള്ള ഏതോ 3 ബലൂണിനകത്ത് രുദ്രയും അവന്റെ കൂട്ടുകാരുമുണ്ട്. തേടി കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിച്ചോ. രുദ്ര, വരുൺ, മൈര, നിങ്ങൾ എല്ലാവരും എവിടെയാ? എനിക്ക് ഇവിടുന്ന് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇല്ല, രുദ്ര! ജയ്സിംഗ് ചൗഹാൻ, വേഗം ആ ബലൂൺസിന് പുറകെ പോയിക്കോ. അല്ലെങ്കിൽ കുറച്ച് സമയത്തിനകം ആ ബലൂൺസ് എല്ലാം ആകാശത്തിൽ വളരെ ദൂരത്തേക്ക് ചെന്നെത്തും. ആ സ്ഥലത്തേക്ക് നിനക്ക് ഒരിക്കലും ചെന്നെത്താൻ പറ്റില്ല. പിന്നെ നിന്റെ രുദ്ര, അവൻ ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. രുദ്ര, മൈര, വരുൺ, ഞങ്ങൾ എവിടെയുണ്ട്?
ഇതറിഞ്ഞാൽ ഷാക്കാൾ വളരെ സന്തോഷിക്കും. ബലൂൺ വാങ്ങൂ, ബലൂൺ ബലൂൺ വാങ്ങൂ, ബലൂൺ ബലൂൺ വാങ്ങൂ. കളർഫുൾ ബലൂൺസ് വേഗം വന്ന് വാങ്ങിച്ചാലും. കളർഫുൾ ബലൂൺ വാങ്ങിച്ചെല്ലൂ. ഇത് ബലൂണാണോ അല്ലെങ്കിൽ പാറയാണോ? വരുൺ, അത് നിന്റെ ശബ്ദമായിരുന്നോ? അതെ മുത്തശ്ശ, നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടോ? അതെ, അവന്റെ ചതിയിൽ ഞാനും അകപ്പെട്ടു പോയി. രുദ്ര, നീയും ഇവിടെ തന്നെയുണ്ടോ? അതെ മുത്തശ്ശ, നമ്മൾ എല്ലാവരെയും ആ ബലൂൺ മാൻ കുടുക്കി കളഞ്ഞു. ബലൂണിന്റെ അകത്തുനിന്ന് മാജിക് ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. പക്ഷെ ഞാനൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. മാര, വരുൺ, നിങ്ങൾ ബലൂൺ കൈകൊണ്ട് തൊട്. മാര, വരുൺ, ബലൂൺ മാൻ ആ കയറ് ഊരുമ്പോൾ നമ്മൾ ഉടനെ പുറത്തിറങ്ങണം. മുത്തശ്ശ, നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ചെല്ലു രുദ്ര, ചെല്ല്. സർ മജിസ്ട്രേറ്റ് വിളിച്ചോണ്ട് വാ എന്ന് പറഞ്ഞാൽ മാത്രം മതി. ഓക്കെ രുദ്ര, പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ബലൂൺസ് തകർക്കാൻ ഐഡിയ കിട്ടുന്നത് വരെ അവൻ നിന്നെ തൊടാതെ നീ ശ്രദ്ധിക്കണം. ബലൂണിന്റെ ഒരു ടച്ച്, അത് മതി നീ അവന്റെ പിടിയിലാകാൻ. എനിക്ക് മനസ്സിലായി മുത്തശ്ശ. സ്മോൾ സൈസ് ക്രിയേറ്റോ. മുത്തശ്ശ, നോ. ചെല്ല് രുദ്ര, ചെല്ല്. ഓടിപ്പൊയ്ക്കോ. സർ മെജസ്റ്റിക്കോയെ കൂടെ വിളിച്ചോണ്ട് വാ. പൊയ്ക്കോ രുദ്ര, വേഗം ഓടിക്കോ. അല്ല ജയ്സിംഗ്, ഇപ്പൊ ആരോടാ ഓടാൻ പറയുന്നത്? രുദ്രയും അവന്റെ ഫ്രണ്ട്സിനെയും ബലൂൺസിനകത്ത് എന്താ കാണാൻ പറ്റാത്തത്? രുദ്ര, നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ പറ്റിച്ചു അല്ലേ? ഇനി നീ ഒരു കാരണവശാലും രക്ഷപ്പെടില്ല. ഇതെന്താ? ഷാക്കാൽ, ഇന്ന് പിടിച്ചോ. ഇതാ ജയ്സിംഗ് ചൗഹാനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. ജയ്സിംഗ് ചൗഹാൻ, ഇങ്ങോട്ട് വാ. പക്ഷെ ആ രുദ്രയുടെ ഞാൻ അവനെ പിടിച്ചു വെച്ചതായിരുന്നു. പക്ഷെ അവൻ വളരെ സ്മാർട്ടാണ്. അവൻ എങ്ങനെയോ രക്ഷപ്പെട്ട് ഓടിക്കളഞ്ഞു. പക്ഷെ വിഷമിക്കണ്ട, എത്രയും പെട്ടെന്ന് ഞാൻ അവനെയും പിടിച്ച് നിന്റെ അടുത്തേക്ക് കൊണ്ടുവരും. ഞാനാണ് മാജിക്, ഞാനാണ് മായാജാലം. എന്നെ കണ്ട് പേടിക്ക, ഞാനാണ് ഷക്കാൽ. എന്റെ ശരിക്കുള്ള ശത്രു രുദ്രയാണ്. ഈ ജയ്സിംഗ് രണ്ടാമതാണ്. നീ വിചാരിച്ചാൽ അവനെ എത്രയും വേഗം പിടിക്കാൻ പറ്റും. എനിക്ക് രുദ്രയെ വേണം. രുദ്ര, മനസ്സിലായോ? എങ്ങനെയുണ്ട് ജയ്സിംഗ്? ഒന്ന് സമാധാനിക്ക് ഷക്കാൽ, സമാധാനിക്ക്. എത്രയും പെട്ടെന്ന് ഞാൻ രുദ്രയും പിടിച്ചുകൊണ്ട് നിന്റെ മുൻപിൽ വന്നു നിൽക്കും. തീർച്ചയായിട്ടും രുദ്ര ഇപ്പൊ ആ സ്ഥലത്തേക്ക് പോയി കാണും. ലൈബ്രറി. ബലൂൺ വേണോ? ബലൂൺ, കളർഫുൾ ബലൂൺസ് വന്ന് വാങ്ങിച്ചോളൂ. ബലൂൺ വാങ്ങിച്ചോളൂ, ബലൂൺ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ബലൂൺ വേണോ? ബലൂൺ. ഇനി എന്ത് ചെയ്യും? ബലൂൺ മാൻ ഓൾറെഡി ഇവിടെ വന്ന് നിൽക്കുകയാണല്ലോ. നോ വറീസ്. നമുക്ക് നേരിട്ട് പോവാൻ പറ്റിയില്ലെങ്കിൽ ഭൂമിക്ക് അടിയിൽ കൂടി നമുക്ക് പോവാം. ടണൽ ക്രിയേറ്റോ. Come first. രുദ്ര, നീയോ? സൂക്ഷിക്കണം. ലൈബ്രറി മുഴുവൻ ബലൂൺസ് നിറഞ്ഞിരിക്കുക. നിനക്ക് ഏത് തരം ബുക്കാണ് ആവശ്യമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിരിക്കുകയായിരുന്നു.
ഓ ഞാൻ കൊച്ചിലെ മമ്മിയുടെ അടുത്ത് ബലൂൺ വാങ്ങിച്ചാൽ പറഞ്ഞിട്ട് കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. രുദ്ര, വേഗം നിങ്ങൾ ചെയ്യ്. നമ്മുടെ മുന്നിലും ബലൂൺസ് ഉണ്ട്. മുന്നിലും പിന്നിലും രണ്ട് സൈഡും ബലൂൺസ് ഉണ്ട്. എന്ന് വെച്ചാൽ മുകളിലും ബലൂൺസ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. ഇപ്പൊ എന്ത് ചെയ്യും? യെസ്, എന്റെ കൊച്ചു കൂട്ടുകാരെ സിംസും, നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യ്. ബലൂൺസ് നമ്മൾ അടുത്തേക്ക് വരാണ്. സിംസും, ട്രീ റൂട്ട്സിനോട് ചെക്ക് ചെയ്യാൻ പറയൂ. എവിടെയാണോ ബലൂൺസ് ഇല്ലാത്തത് ആ വഴിയിൽ കൂടി ഞങ്ങളെ പുറത്തെടുക്കാൻ പറയൂ. ഇവരെങ്ങനെ രക്ഷപ്പെട്ടു? ഇല്ല, ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഇപ്പൊ ഞാൻ നിന്നെ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോ. ബലൂൺസ് എല്ലാം പടയെടുത്ത് ചെന്ന് അറ്റാക്ക് ചെയ്യേ. ഇല്ല, ഞാൻ നിന്നെ വെറുതെ വിടില്ല. നിനക്ക് പതിയിരിക്കാൻ ഈ സ്ഥലം മാത്രമേ കിട്ടിയുള്ളൂ. എന്തൊരു തണുപ്പാ ഇവിടെ. വിശപ്പ് കാരണം വൈകിട്ട് എലി ഓടിക്കൊണ്ടിരിക്കാണ്. വേഗം എന്തൊക്കെ ചെയ്യാ. എങ്ങനെയുണ്ട് എന്റെ ഈ ട്രീറ്റ്? ഒരൊറ്റ സെക്കൻഡിൽ ഞാൻ നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയാക്കിയില്ലേ? രംഗിലും നിങ്ങളോ? ഓ ഓ താങ്ക് യു. രാവിലെ മുതൽ നിങ്ങൾ എവിടേക്ക് പോയത്? ചേടാ, രാവിലെ മുതൽ ഞാൻ നിങ്ങളെ പതുങ്ങിയിരുന്ന് നോക്കിക്കൊണ്ടിരിക്കായിരുന്നു. ബലൂൺമാൻ നിന്നെയും മുത്തശ്ശനെയൊക്കെ അറസ്റ്റ് ചെയ്തില്ലേ? ആ സമയത്ത് ഞാൻ പതുങ്ങിയിരുന്ന് നോക്കിക്കൊണ്ടിരിക്കായിരുന്നു. അതൊക്കെ വിട്ടേക്ക്. നിങ്ങൾ എല്ലാവരും വേഗം ആഹാരം കഴിക്ക. ഈ മാജിക്കൽ ഫുഡ് കഴിച്ചാ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും തണുക്കില്ല. ബലൂൺ മാന്റെ മാജിക് ആർക്കും തകർക്കാനും ആവില്ല. ഭൂമിയിലുള്ള ഒരു സാധനം കൊണ്ടും അവനെ നശിപ്പിക്കാനും ആവില്ല. മുകളിലോട്ട് ചെല്ല്. മുകളിലോട്ട് ചെന്ന് തേടി കണ്ടെത്ത്. അവന്റെ ശക്തിയുടെ രഹസ്യം താഴെ വന്നിട്ട് വീണ്ടും ചെയ്യ്. അവനെ അറ്റാക്ക് ചെയ്ത് തോൽപ്പിക്കൂ. ഇതൊരു പസിൽ പോലെയുള്ളത്. ഭയങ്കര കൺഫ്യൂസിംഗാ. ഇത് വായിക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഭൂമിയിലുള്ള ഒരു സാധനം കൊണ്ടും ആ ബലൂണിനെ തകർക്കാനാവില്ല. എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ ആകാശത്ത് നിന്ന് വേണം ചെയ്യാൻ. ഓക്കെ ഫ്രണ്ട്സ്, നാളെ ബലൂൺ ഫെസ്റ്റിവൽ ആണ്. നമ്മൾ അന്വേഷിച്ച് ആ ബലൂൺ മാനും തീർച്ചയായിട്ടും അവിടെ എത്തും. ഇപ്പൊ എന്റെ പ്ലാൻ ശ്രദ്ധിച്ചു കേൾക്കൂ. ഇപ്പൊ ഞാൻ സ്റ്റേജിലേക്ക് ചെന്നേ പറ്റൂ. നിങ്ങൾ 3 പേരും വേഷം മാറി പബ്ലിക്കിന്റെ ഒപ്പം നിൽക്കണം. ബലൂൺ മാനെ കണ്ടെത്തണം. എന്തെങ്കിലും ചെയ്ത് മുത്തശ്ശനെ രക്ഷിക്കണം. ഓക്കേ. കുട്ടികളെ സൂക്ഷിക്കണം കേട്ടോ. നമ്മളെ ആരും അടയാളം കണ്ടെത്തരുത്. വേഗം വാ, നമുക്ക് പോയി ആ ബലൂൺ മാനെ തേടി കണ്ടെത്താം. എന്ത് ചെയ്യും? ഞാൻ എങ്ങനെ കണ്ടെത്തുക? ക്ഷമിക്ക, തെറ്റ് പോയി. നിന്നെ ഇങ്ങനെ പെൺകുട്ടികളുടെ ഡ്രസ്സിൽ കാണാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആരായാലും ഒന്ന് ഞെട്ടിപ്പോകും.
താങ്ക് യു. അല്ല, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത് ഞാൻ വരുണാണെന്ന്? എനിക്കെല്ലാം അറിയാം. ഇത് നീ, അത് മൈറ, പിന്നെ അവൻ രംഗീലയാണ്. അല്ലേ അല്ലേ? രുദ്ര, ആ ബലൂൺകാരൻ ഇവിടെ എത്തിക്കഴിഞ്ഞു. ആരും പേടിക്കണ്ട, ഞാൻ എവിടെ ഉണ്ടല്ലോ. രുദ്ര, നിന്റെ ഈ കുട്ടികളി പ്ലാൻ ഒന്നും എന്റെ അടുത്ത് വർക്കൗട്ട് ആവില്ല. ഇപ്പൊ ചെല്ല്, ഇവിടെയുള്ള ഒരുപാട് ബലൂൺസിൽ ഒരെണ്ണത്തിൽ നിന്റെ അപ്പൂപ്പന്റെ ഹാർട്ട് ബീറ്റ് ഒന്ന് കേട്ടു നോക്ക്. എന്നിട്ട് അയാളെ രക്ഷിക്ക്. ബലൂൺ മാൻ, രുദ്രയുടെ പ്രായത്തെയും അവന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഞാൻ മുത്തശ്ശനെ തീർച്ചയായിട്ടും രക്ഷിച്ചിരിക്കും. ഓ, മുകളിൽ ഏത് തരം ആയുധമാ ഉള്ളത്? എന്ത് വെച്ചിട്ടാ ബലൂനെ നശിപ്പിക്ക? മുകളിൽ ആകാശമുണ്ട്, ആകാശത്തിൽ മേഘങ്ങളുണ്ട്, മേഘത്തിൽ വെള്ളമുണ്ട്, വെള്ളം മഴയായിട്ട് പെയ്യും. യെസ്, Ibaiska Rain Creator. Ibaiska Ice Creator. ഡോ, അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഇല്ല. നീ എന്റെ ബലൂൺസിനെ ഒറ്റയടിക്ക് എങ്ങനെ നശിപ്പിച്ചത്? അടുത്തതായി നിന്നെയും ഞാൻ അതുപോലെ നശിപ്പിച്ചിരിക്കും. ശക്തി ഉണ്ടായാൽ മാത്രം പോരാ, ബുദ്ധിയും വേണം. നിന്റെ വീക്ക് പോയിന്റ് എന്താന്നുള്ളത് ഞാൻ ആ ബുക്കിൽ നിന്നും അറിഞ്ഞു. ഭൂമിയിലുള്ള ഒരു സാധനം കൊണ്ടും നിന്നെ തോൽപ്പിക്കാനാവില്ല. നിന്റെ ബലൂൺ തകർക്കാനും ആവില്ല. പക്ഷെ ആകാശത്ത് നിന്ന് അറ്റാക്ക് ചെയ്താൽ നീ തോൽക്കും. നിന്നെ ഞാൻ വെറുതെ വിടില്ല. ബലൂൺസ് കൊണ്ട് ഞാൻ നിന്നെ അറ്റാക്ക് ചെയ്യും. മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബലൂണിൽ തൊട്ടാൽ ഞാൻ അകത്തായി പോകുന്നു. ആദ്യം ഞാൻ ചെയ്യേണ്ടത് ബലൂണിന്റെ അകത്ത് കുടുങ്ങാതെ രക്ഷപ്പെടണം. Ibaiska Control Balloon Fistino. ചേട്ടാ, ഇതുപോലെ പ്രശ്നമായല്ലോ. രുദ്ര, രക്ഷപ്പെട്ട് ഓടിക്കോ. ബലൂൺസ് നിന്നെ തൊടാൻ അനുവദിക്കരുത്. ഇനി ഫൈറ്റ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ജയ്സിംഗ് എപ്പോഴും രക്ഷപ്പെട്ടു കഴിഞ്ഞു. എത്രയും വേഗം ഇവിടെ നിന്നും സ്ഥലം വിടുന്നത് നിനക്ക് നല്ലത്. രക്ഷപ്പെട്ടോ, തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ. എന്നെ വിട്ടേക്ക്, ഞാൻ പോവാ. ഇല്ല. Ibaiska Boom Chick Boom. വേണ്ട 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 വേണ്ട.
ബലൂൺ മാനെ ബലൂണിനകത്ത് ഒരുപാട് ദിവസം നിനക്ക് അടിച്ചു വെക്കാൻ പറ്റില്ല. ഞാൻ തിരിച്ചു വരും. അപ്പൊ ഞാൻ വേറെ വിധത്തിൽ ബലൂൺ തയ്യാറാക്കും. അതിന് ഭൂമിയിൽ എന്നല്ല ആകാശത്തിലും ആർക്കും തകർക്കാൻ കഴിയില്ല. സബാഷ് രുദ്ര, നീ ശക്തിയും ബുദ്ധിയും യൂസ് ചെയ്തു. വളരെ നല്ലോണം പ്ലാൻ ചെയ്തു. ഹോ ഹോ ബലൂൺ ഫെസ്റ്റിവൽ തുടങ്ങാം.